ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ചില സ്റ്റോക്കുകൾ ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുകയും എല്ലാവരും ആ സ്റ്റോക്കിൽ ചാടിക്കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പൊ മൊത്തത്തിൽ അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും അതിനു ചുറ്റും മൊത്തത്തിൽ ഒരു ആഘോഷം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് വില കുറഞ്ഞ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ഒരു 20 രൂപയിൽ താഴെയൊക്കെയുള്ള പെന്നി സ്റ്റോക്കുകൾ പോലെ തോന്നിക്കുന്ന കമ്പനികളിലാണ് ഇത്തരത്തിലുള്ള ആഘോഷം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കൂട്ടുന്ന ഒരു സ്റ്റോക്കാണ് രാമ സ്റ്റീൽ ട്യൂബ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ രാമ സ്റ്റീൽ ട്യൂബ്സിന്റെ ഇന്നത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16.25 രൂപയാണ്. അപ്പോൾ ഈ ഒരു 16 രൂപ എന്നുള്ള ഈ ഒരു റേഞ്ച് തന്നെയാണ് എല്ലാവരെയും ഈ സ്റ്റോക്കിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു പെന്നി സ്റ്റോക്കാണ് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു പെന്നി സ്റ്റോക്ക് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2456 കോടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നമുക്ക് ഇതിനെ ഒരു പെന്നി സ്റ്റോക്ക് ലെവലിലേക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്ന് പറയാം. ഇനി അതല്ല സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്ന് പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്ക് എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും. കാരണം അതാണ് അതിന്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് സൂചിപ്പിക്കുന്നത്. അത്രമാത്രം മാർക്കറ്റ് വാല്യുവേഷൻ ആ സ്റ്റോക്കിന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്കറിയാം, പെന്നി സ്റ്റോക്കിൽ പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് അതിന്റെ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. അവിടെ ലിക്വിഡിറ്റി ഇഷ്യൂ എപ്പോഴും ഉണ്ടാവും. ചില സമയത്ത് സ്റ്റോക്കുകൾ വാങ്ങാൻ ആളുണ്ടാവില്ല, ചിലപ്പോൾ വിൽക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥ പലപ്പോഴും പെന്നി സ്റ്റോക്കുകൾ കാണാൻ കഴിയും. എന്നാൽ രാമ സ്റ്റീൽ ട്യൂബ്സിൽ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അതിന്റെ ഒരു ആവറേജ് വോളിയം കഴിഞ്ഞ ഒരു വർഷത്തെ എടുക്കുകയാണെങ്കിൽ ഡെയിലി ആവറേജ് വോളിയം 2 കോടിക്ക് മുകളിലാണ്. 2,40,00,000 മേലെ അത് കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിന്റെ ഒരു ആവറേജ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ അത് 19 കോടിയായിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ അതിന്റെ അർത്ഥം ഈ സ്റ്റോക്കിൽ വലിയ തോതിലുള്ള ഒരു ബൈങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ട്രേഡ് ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെന്നി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇത്രയധികം ട്രേഡ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇത് ഒരു പെന്നി സ്റ്റോക്ക് അല്ല എന്ന രീതിയിലാണ് ഇതിന്റെ പല ഫണ്ടമെന്റൽസും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഈ ട്രേഡിംഗ് വോളിയം നോക്കിയാൽ തന്നെ അതിൽ നമ്മൾ ഡെലിവറബിൾ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ 18% കാണാം. കോടിക്കണക്കിന് ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൽ 18% ആളുകൾ മാത്രമാണ് ഒരു ലോങ് ടേം സ്വിങ്ങിനോ അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡെലിവറി ആയിട്ട് ഈ സ്റ്റോക്ക് എടുക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇൻട്രാഡേ ആയിരിക്കാം ഇതിൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇത്രയധികം വോളിയം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണുന്നത്. അപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഈ വോളിയം ഹൈക്ക് കാരണം ഈ സ്റ്റോക്ക് ഇപ്പോൾ ഈ NSE വെബ്സൈറ്റിൽ നമുക്ക് ഇത് അഡീഷണൽ സർവൈലൻസ് മെഷർ അഥവാ ASM ലിസ്റ്റിൽ കാണാൻ കഴിയും. അപ്പൊ സ്റ്റേജ് 1 ഷോർട്ട് ടേം ASM ലിസ്റ്റിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ NSE ഈ സ്റ്റോക്കിൽ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്പറേറ്റർ ഗെയിം നടക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിരീക്ഷണത്തിന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ASM ലിസ്റ്റിൽ ഒരു സ്റ്റോക്ക് വന്നാൽ അതിൽ മാർജിൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഫുൾ പണം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതുപോലെ ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. കൂടാതെ മറ്റ് ചില പ്രൈസ് റെസ്ട്രിക്ഷൻസും ഒക്കെ അതിന്റെ അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ടേം ASM ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരം ആക്ടിവിറ്റീസിലൊന്നും ഈ സ്റ്റോക്കിൽ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്തരം ഒരു ക്രൈറ്റീരിയകൾ വെച്ച് റിവ്യൂ ചെയ്തുകൊണ്ട് ഇതിനെ ASM ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനും സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 16 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ഇതിൽ ഓപ്പറേറ്റേഴ്സ് ഗെയിം നടക്കാനുള്ള സാധ്യത സ്വാഭാവികമാണ്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇനി ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽസിലെ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെറ്റ് പൊസിഷൻ, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ കാണുന്നത് 0.44% ആണ്. നമുക്കറിയാം, ഒരു വില കുറഞ്ഞ സ്റ്റോക്ക് ആകുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഡെറ്റ് പൊസിഷൻ വളരെ പ്രധാനപ്പെട്ട വലിയ കടമുള്ള ഒരു കമ്പനിയാണെങ്കിൽ അത് ഹൈലി റിസ്കി ആയി. ഇപ്പൊ ഇവിടെ നമ്മൾ ബോറോയിങ്സ് നോക്കിക്കഴിഞ്ഞാൽ 2015 മുതൽ 2024 വരെയുള്ള ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബോറോയിങ്സ് 56 കോടിയിൽ നിന്ന് അത് 90 കോടി 193 കോടി വരെയൊക്കെ എത്തിയിരുന്നു. അപ്പൊ ആ 193 കോടിയായിരുന്നു ഇവർ ഹയസ്റ്റ് ഡെപ്റ്റ് 2023 നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഡെറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ട് 145 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് 2024 ആകുമ്പോൾ. ഇപ്പോൾ ബോറോയിങ്സ് തീർച്ചയായും ഉണ്ട്. കാരണം ഇതൊരു ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, സ്റ്റീൽ ബിസിനസ്സാണ്. തീർച്ചയായും കടമുണ്ടാവും. പക്ഷെ ആ കടം അവര് കഴിഞ്ഞ ഒരു വർഷം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ റിസർവ്സ് നോക്കുകയാണെങ്കിൽ അത് 18 കോടിയിൽ നിന്ന് 40 കോടി 79 കോടി 92 കോടി ഒടുവിൽ 179 കോടി എന്നുള്ള ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം റിസർവ് സ്റ്റഡി ആയിട്ട് ആണ് മുന്നേറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു സേഫ് ആയിട്ടുള്ള
ഡെറ്റ് പൊസിഷനാണ് നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ ROCE 12.8ഉം ROE 10.4ഉമാണെന്ന് കാണാം. ഇതിപ്പോ JSW സ്റ്റീല് അതുപോലെ ടാറ്റ സ്റ്റീല് പോലെയുള്ള സ്റ്റീൽ മുൻനിര കമ്പനികളുടെ ROCയും ROEയും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ROCയും ROE ഒരു 15% കൂടുതലാവണമെന്ന് നമ്മൾ പൊതുവെ ശടിക്കാറുണ്ടെങ്കിലും സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്നാണ് ഇൻഡസ്ട്രിയുടെ ROEയും ROCയും നോക്കുമ്പോൾ കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ ഇതൊരു മോശം ആയിട്ടുള്ള ROCയും ROE ആണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഈ കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 56% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അതൊരു മോശമല്ലാത്ത പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പക്ഷേ ഇതിനു മുമ്പ് ഈ സ്റ്റോക്കിൽ 70% വരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കുറഞ്ഞിട്ട് 56 എത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സൈൻ അല്ല. കാരണം അത് വാങ്ങുന്നത് ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് കാണാം. പക്ഷെ ഇവിടെ അത് വാങ്ങിയിട്ടുള്ളത് പബ്ലിക്കാണ് എന്ന് കാണാൻ കഴിയും. ഇപ്പോഴും 56% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ FIIs ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2022 2.74% FIIs ഉണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ. അത് ഇപ്പോൾ കുറഞ്ഞിട്ട് 0.05 എന്ന നാമമാത്രമായിട്ടുള്ള ഒരു FII ഹോൾഡിംഗ് ആണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക. ഇനി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അവര് 2018 2.17% ഒരു ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ തീരെയില്ല, 0 ആണ് എന്ന് കാണാം. അപ്പൊ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഇനിയും ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അതിന്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള നേരിയ പുരോഗതിയിൽ അവർ തീർച്ചയായും സംശയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത്. കാരണം ഇതിന്റെ ഒരു ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 5 ഇയേഴ്സിന്റെ ഒരു ആവറേജ് സെയിൽസ് ഗ്രോത്ത് നോക്കുമ്പോൾ 16% ഒരു CAGR ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്. 3 ഇയേഴ്സിന്റെ 31% കാണുന്നത്. പക്ഷേ ട്രെയിലിംഗ് 12 months അതിൽ വളരെ മോശം പെർഫോമൻസ് ആണ് ഈ സ്റ്റോക്ക് കാണിച്ചത്. -33% ആണ്. ഇപ്പൊ കഴിഞ്ഞ 4 ക്വാർട്ടറില് ഗ്രോത്ത് വല്ലാതെ ഡൗൺ ആയിട്ടുണ്ട്. പ്രോഫിറ്റിലും അത് സംഭവിച്ചതായിട്ട് കാണാം. -8% ഡൗൺ ആയിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് 5 ഇയേഴ്സിന്റെയും 3 ഇയേഴ്സിന്റെയും ആവറേജ് മോശമല്ല, 30% അടുത്തുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സ്റ്റോക്കിന്റെ ബിസിനസ് പെർഫോമൻസ് ഡൗൺ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കത് ക്വാർട്ടർലി റിസൾട്ടുകളുടെ വേറെ പരിശോധിച്ചാൽ ആ ഗ്രാഫിൽ നിന്നും കൃത്യമായിട്ടും അതൊരു കൺസിസ്റ്റന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് കാണിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ടായിരിക്കാം FIIsഉം DIIsഉം ഈ സ്റ്റോക്കിന് ഇപ്പോഴും അവരൊരു വാച്ച് ലിസ്റ്റിൽ മാത്രം ആഡ് ചെയ്തിരിക്കുകയായിരിക്കും. ഇതിൽ ഇനിയും എൻട്രി എടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പബ്ലിക് വൻതോതിൽ ഈ സ്റ്റോക്കിൽ കാര്യക്കൂടിയതായിട്ട് കാണാം. കാരണം 2017 39% പബ്ലിക് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അത് കുറഞ്ഞിട്ട് 28 എത്തിയിരുന്നു. 2022 28% ഉണ്ടായിട്ടുള്ളൂ. അത് 2023 31% അവിടെ നിന്ന് ഇപ്പോൾ വമ്പിച്ചൊരു മുന്നേറ്റം പബ്ലിക് ഹോൾഡിംഗിൽ കാണാൻ പറ്റും. 43% പബ്ലിക് ഹോൾഡിംഗ് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമാണ്. കാരണം പബ്ലിക് ഹോൾഡിംഗ് ഒരു സ്റ്റോക്കിൽ വല്ലാതെ വർദ്ധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേരിയ ന്യൂസ് വരുമ്പോൾ തന്നെ ഒരു പാനിക് സെല്ലിംഗ് സാധ്യത എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ കുറവായിരിക്കും. എന്നാൽ ഇതിന്റെ പബ്ലിക് ഹോൾഡിംഗിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നത് ബിഗ് പ്ലെയേഴ്സിന്റെ കുറെ പേരുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഏവിയേറ്റർ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ 3% ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. ദ ഗ്രേറ്റ് ഇന്റർനാഷണൽ ടസ്കർ ഫണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു 2% ഹോൾഡിംഗ് കാണുന്നുണ്ട്. അതുപോലെ അശോക് കുമാർ ബൻസാൽ എന്ന ഒരു HNI ഇൻവെസ്റ്ററുടെ 1.67% ഒരു ഹോൾഡിംഗ് ഉണ്ട്. അതുപോലെ ശങ്കർ ശശി ശർമ്മ അഥവാ ശങ്കർ ശർമ്മയുടെ 1.57% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഈ പബ്ലിക് ഹോൾഡിംഗിൽ ബിഗ് പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ ഓപ്പറേറ്റർ ഗെയിമിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയും. കാരണം അവരെപ്പോഴാണ് അവരുടെ ഈ വലിയ ഹോൾഡിങ്സ് പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ രാമ സ്റ്റീൽ ട്യൂബ്സ് അതിന്റെ ബിസിനസ് പെർഫോമൻസ് ഇങ്ങനെ സമ്മിശ്രമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളായിട്ട് ഈ സ്റ്റോക്ക് വമ്പിച്ച ഒരു മുന്നേറ്റമാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1974 ഈ കമ്പനി ഫോം ചെയ്തത്. അപ്പൊ ഇത് ഈ സ്റ്റീൽ പൈപ്സ് ആൻഡ് ട്യൂബ്സ്, അതുപോലെ റിജിഡ് PVC, അതുപോലെ GI പൈപ്സ്, അതുപോലെ സ്ക്വയർ സെക്ഷൻ പ്രൊഡക്ട്സ്, ഈ ഒരു സ്റ്റീൽ ഫൈനൽ പ്രൊഡക്റ്റുകളുടെ നിർമ്മാണമാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ ഒരു റവന്യൂ സ്പ്ലിറ്റ് പോയി കഴിഞ്ഞാൽ 69% റവന്യൂ വരുന്നത് മാനുഫാക്ചറിംഗിൽ നിന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ FY23 ഒരു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 69% മാനുഫാക്ചറിംഗിലൂടെയാണ് വരുന്നത്. ട്രേഡിങ്ങിലൂടെ ഇവർ 31%
നേടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നല്ല പ്രസൻസ് ഉള്ള ഒരു കമ്പനി തന്നെയാണിത്. കൂടാതെ ഇന്റർനാഷണൽ എക്സ്പോർട്ടും ഇവർ നടത്തുന്നുണ്ട്. യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ശ്രീലങ്ക, ഇത്യോപ്യ, കെനിയ, ഉഗാണ്ട പോലെയുള്ള പല രാജ്യങ്ങളിലും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവർക്ക് പ്രധാനമായിട്ട് 3 പ്ലാന്റുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ കാണാൻ പറ്റും. അതൊന്ന് കോപ്പാലി മഹാരാഷ്ട്രയിലാണ്. അവിടെ ഏകദേശം 1,62,000 മില്യൺ ടൺസ് പെർ ആനം അഥവാ NTP ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ലപ്പാക്ഷി ആന്ധ്രാപ്രദേശിൽ 72,000 MTPAയും അതുപോലെ സഹിബാബാദ് UPയിൽ 60,000 ഒരു MTPAയുടെ പ്ലാന്റുമാണ് ഇവർക്കുള്ളത്. കൂടാതെ ഇവർ ഈ അടുത്ത് 2023 ഇവർ ഒരു എക്സ്പാൻഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് റായ്പൂർ, ഛത്തീസ്ഗഡിലുള്ള റായ്പൂരിൽ 20 ലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദന ശേഷിയുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുകയാണ്. അതിനുവേണ്ടി ഏകദേശം 250 കോടിയുടെ ഒരു ക്യാപെക്സ് ഇറക്കാൻ വേണ്ടിയിട്ട് ബോർഡ് അപ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് ഇവരുടെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ഈ കമ്പനി ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയന്റില് ഗെയിൽ ഉണ്ട്, എയർടെൽ ഉണ്ട്, BSNL ഉണ്ട്, LNT ഉണ്ട്, ടാറ്റ ഉണ്ട്, അശോക് ലേലൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികൾക്ക് ഇവരുടെ ക്ലയന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു മുന്നേറ്റമാണ്. കാരണം JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ്, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, സെയിൽ, APL അപ്പോളോ ട്യൂബ്സ് തുടങ്ങിയ പല മുൻനിര കമ്പനികളും കഴിഞ്ഞ ഒരു മാസം സിംഗിൾ ഡിജിറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അതായത് 10% കൂടുതൽ റിട്ടേൺ ഒന്നും നൽകിയതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ സ്റ്റോക്ക് ഏകദേശം 50% ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ ഒരു മാസം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ 50% ഒരു റിട്ടേൺ ഈ സ്റ്റോക്ക് ഇങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബിസിനസ് ന്യൂസ് അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുക ഈ രാമ സ്റ്റീൽ ട്യൂബ്സ് ഈ ഒനിക്സ് റിന്യൂവബിൾസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് അലയൻസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ അലയൻസ് പ്രകാരം ഈ ഒനിക്സ് റിന്യൂവബിൾസ് പ്രധാനമായിട്ടും സോളാർ പാനലുകൾ നിർമ്മിച്ചുകൊണ്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നമുക്കറിയാം സോളാർ പാനലുകൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറുകൾ, സ്റ്റീൽ സ്ട്രക്ചറുകൾ അത്രമാത്രം ഡ്യൂറബിളും നല്ല ക്വാളിറ്റി ഉള്ളതുമായിരിക്കണം. ആ ഒരു മേഖലയിൽ ഈ രാമ സ്റ്റീൽ ട്യൂബ്സ് ഈ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും അങ്ങനെ ഇവരുടെ എല്ലാ റിന്യൂവബിൾ സോളാർ പ്ലാന്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഈ സ്റ്റീൽ സ്ട്രക്ചർ രാമ സ്റ്റീൽ ട്യൂബ്സ് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടിയാണ് ഈ സ്റ്റോക്കിൽ വമ്പിച്ചൊരു മുന്നേറ്റം ഉണ്ടായത്. അപ്പൊ അതിന്റെ കാരണം അതാണ്. കാരണം നമുക്കറിയാം സോളാർ പ്രൊജക്ടുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിന്യൂവബിൾ മേഖലയിലുള്ള ഏതൊരു പ്രൊജക്റ്റും അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ബൈങ് അത്തരം സ്റ്റോക്കുകളിൽ ഇത്തരം മേഖലയിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാമ സ്റ്റീൽ ട്യൂബിൽ ഈ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ PE വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നതായിട്ട് കാണും. കാരണം 87.4 എന്നുള്ള PE റേഷ്യോയിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. വളരെയധികം ഓവർ വാല്യൂഡ് ആണ്, പ്രത്യേകിച്ച് ഈ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക്. കൂടാതെ ഇൻഡസ്ട്രി PE 28% മാത്രമാണ്. ഇപ്പൊ 28 നിന്നാണ് 87 ഒരു ഡിഫറൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂടാതെ ഈ കമ്പനിയുടെ ഒരു മീഡിയം PE, ഒരു വർഷത്തെ മീഡിയൻ PE റേഷ്യോ 22 മാത്രമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിനെ ഇത്രയധികം മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പെട്ടെന്നുള്ള ഒരു വോളിയം സ്പൈക്ക് കാരണമാണ് ഇത് ASM ലിസ്റ്റിലേക്ക് പോകാൻ കാരണമായത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോക്കിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. നമുക്കറിയാം ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 ആയിരിക്കും ഇതിന്റെ ഫേസ് വാല്യൂ, അതാണ് കുറഞ്ഞിട്ട് 1 ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സ്റ്റോക്ക് പലപ്പോഴും സ്റ്റോക്ക് സ്പ്ലിറ്റും മറ്റ് ബോണസുകളൊക്കെ നൽകിയിട്ടുണ്ടാവും. നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 2016 ശേഷം 2 പ്രാവശ്യം ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് ഫേസ് വാല്യൂ 1 ആയി മാറിയത്. അപ്പോൾ ആ സ്പ്ലിറ്റ് നടന്നിട്ടില്ല എന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിന്റെ കറണ്ട് പ്രൈസ് 160 രൂപയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോക്ക് ഒരു പെന്നി സ്റ്റോക്ക് അല്ല. ഈ സ്റ്റോക്ക് പെന്നി സ്റ്റോക്കിന്റെ പ്രൈസിലാവാനുള്ള കാരണം അതിന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റിന്യൂവബിൾ എനർജി സെഗ്മെന്റിലേക്ക് കാലെടുത്ത് വെച്ച ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഈ സ്റ്റോക്കിൽ തീർച്ചയായും ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് എല്ലാവരും കാണുന്നുണ്ട്. കാരണം ഇതിന്റെ റീസെന്റ് ബിസിനസ് പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ അതിലൊരു റിക്കവറി ഈ റിന്യൂവബിൾ സെഗ്മെന്റിൽ വന്നതോടുകൂടി ഉണ്ടാകുമെന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്ക് വമ്പിച്ച റാലി നമുക്ക് കാണുന്നത്. എന്നാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ ഇപ്പോഴും കാര്യമായ ഹോൾഡിംഗ് ഇല്ല എന്നത് ഇതിന്റെ ഒരു റിസ്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് ലെവലിൽ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നത് ഹൈ റിസ്ക് ആയിരിക്കും. കാരണം ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല. റിസ്ക് റിവാർഡ് റേഷ്യോയും അതിന്റെ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം 10 രൂപയാണ് ഇതിന്റെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ അതിലേക്ക് ഈ സ്റ്റോക്ക് വരാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ സ്റ്റോക്കിൽ വരും ക്വാർട്ടറുകളിൽ ഇതിന്റെ ബിസിനസ് ഇംപ്രൂവ് ആവുന്നുണ്ടോ, പുതിയ ഈ സ്ട്രാറ്റജിക് അഗ്രിമെന്റ് ഈ റിന്യൂവബിൾ എനർജി കമ്പനികളുമായിട്ട് ഉണ്ടാക്കുന്നതോടുകൂടി ഈ കമ്പനിയിൽ ഉണ്ടാകുന്ന ബിസിനസ് ഗ്രോത്ത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ സേഫ് എന്ന് തോന്നുന്നു. സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.